മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഷെൻ സ്റ്റാർട്ട് ദൂതിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 7:45 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത്? അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവന് വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. വിശ്വാസം അവർ രണ്ട് തട്ടിലാണ്. ചിലർ പറയുന്നു അവനെപ്പോലെ സംസാരിക്കുന്ന വ്യക്തികളില്ല. ചിലർ പറയുന്നു അവൻ നിയമത്തിൽ നിന്ന് വരുമ്പോൾ അവൻ ശരിക്കും പ്രവാചകനാണോ എന്ന് സംശയം. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നത്, നമ്മുടെ അവിശ്വാസം നമ്മൾ മാറ്റണം. കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് യാതൊരുവിധ ബോധ്യങ്ങളുമില്ലാത്ത, വിശ്വാസം വളരെ കുറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എപ്പോഴും രണ്ട് തട്ടിൽ ചിന്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പക്ഷത്താണോ അല്ലെങ്കിൽ നന്മയുടെ പക്ഷത്താണോ തിന്മയുടെ പക്ഷത്താണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു പക്ഷവും ഇല്ലാത്ത വ്യക്തികൾ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായും വിശ്വാസം കുറയും. ഈ വിശ്വാസരാഹിത്യം നമ്മൾ മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണം. അടിസ്ഥാനപരമായിട്ട് ഈശോ ആരാണെന്നും ഈശോ എന്താണ് പഠിപ്പിച്ചതെന്നും അത് അറിയാനും വിശ്വസിക്കുവാനും നമുക്ക് ഈ നോമ്പ് കാലത്തിൽ പരിശ്രമിക്കാം. നിയമജനും ഫരിസേയരും രണ്ട് തട്ടിലായിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, ഈശോയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അവരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായ ഒരു ധാരണയിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നമുക്ക് വിശ്വാസമുണ്ടാകുവാനും വ്യക്തമായ ധാരണകളും വ്യക്തമായ ബോധ്യങ്ങളും ഉണ്ടാകുവാൻ ഈ നോമ്പ് കാലത്തിൽ പ്രാർത്ഥിക്കാം. പ്രായോഗികമായിട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.